ക്രീമി ലെയർ എന്ന് പറയുന്ന പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് മാത്രമേ OBC സംവരണം ലഭ്യമാവുകയുള്ളൂ. അതാണ് രാജ്യത്തെ നിയമം. SC/STക്ക് ഇതല്ല. അവരെ ഇതിൽ അതല്ലാത്തവർക്കും ലഭിക്കുമെന്നുള്ളതാണ്. ഇപ്പം കേരള ഹൈക്കോടതിക്ക് മുമ്പാകെ 2 പെറ്റീഷനുകൾ വന്നിരിക്കുകയാണ്. വിദ്യാർത്ഥികളാണ് അത് നൽകിയത്. അവർക്ക് നീറ്റ് കീമിന് അഡ്മിഷൻ ലഭിച്ചില്ല. കാരണം അവർ ക്രീമി ലെയറിൽ ഉൾപ്പെടുന്നവരാണ് എന്ന് കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കില്ല, ഈ സംവരണം നിങ്ങൾക്ക് OBC സംവരണം ലഭിക്കില്ല, ഈഴവ വിഭാഗത്തിലുള്ളവരായിരുന്നു. ഇവർ കേരള ഹൈക്കോടതിക്ക് മുമ്പാകെ പോകുന്നു. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ആയിരുന്നു ജഡ്ജ്. അപ്പോൾ അദ്ദേഹം വളരെ പ്രസക്തമായിട്ടുള്ളൊരു നിരീക്ഷണമാണ് നടത്തിയിരിക്കുന്നത്. തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് നിങ്ങൾ ക്രീമി ലെയറിൽ ഉൾപ്പെടുന്നവരാണ്. ഇതിൽ ഒരാളുടെ പിതാവിൻ്റെ ഈ പ്രതിവർഷ വരുമാനം എന്ന് പറയുന്നത് 3 കോടി രൂപയാണ്. മറ്റൊരാളുടെ പിതാവിൻ്റെ പ്രതിവർഷ വരുമാനം എന്ന് പറയുന്നത് ഏതാണ്ട് 50 ലക്ഷം രൂപയാണ്. ഇത്തരത്തിൽ സാമ്പത്തികമായിട്ട് എല്ലാ രീതിയിലും ഉയർന്നു നിൽക്കുന്ന നിങ്ങൾക്ക് എന്തിനാണ് മക്കളെ യഥാർത്ഥത്തിൽ ഈ OBC സംവരണം എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ചകൾ നടക്കുകയാണ്. ചിലവർ മുമ്പോട്ട് വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതി പറഞ്ഞിരിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണെന്ന് പറയുന്നു. മറ്റു ചിലർ അനുകൂലിക്കുന്നു. വേറെ ചിലരാകട്ടെ SC/STക്കും ഇതേ രീതിയിലുള്ള സംഗതി കൊണ്ടുവരണം. രാജ്യത്ത് നിലവിൽ അങ്ങനെയില്ല. അവരെയും ക്രീമി ലെയറിൽ ഉൾപ്പെടുത്തിയിട്ട് സംവരണം ഏർപ്പാടാക്കണം. അല്ലെങ്കിൽ അത്തരത്തിൽ ക്രീമി ലെയറിൽ ഉൾപ്പെടുന്നവർക്ക് സംവരണം വേണ്ട എന്നുള്ള രീതിയിൽ നിയമം വ്യവസ്ഥ ചെയ്യണം എന്ന് പറഞ്ഞിട്ടിപ്പോൾ കുറേയധികം ചർച്ചകൾ നടക്കുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ വേണോ? SC/STനെയും ഇതേ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തണോ? സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന, എല്ലാ രീതിയിലും മികച്ച രീതിയിൽ ജീവിക്കുന്ന, നിലവിൽ ജാതിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ നേരിടാത്തവ SC/ST വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് എന്തിനാണ് യഥാർത്ഥത്തിൽ സംവരണം? ആ ചോദ്യം ഉയരുകയാണ്. ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ഇതിവിടെ കൊണ്ടൊന്നും നിൽക്കില്ല. അവസാന ഭരണഘടനാ ബെഞ്ചിൻ്റെ അടുത്ത് തന്നെ പോകാനുള്ള സാധ്യതയുള്ളൊരു കേസായിട്ട് അത് മാറുകയാണ്. വളരെ വ്യാപ്തിയുള്ളൊരു കേസായിട്ട് മാറുകയാണ്. സംവരണം എന്ന പരിപാടി എസ്പെഷ്യലി വിദ്യാഭ്യാസം, ജോലി തുടങ്ങിയ സംഭവങ്ങളിൽ ഏർപ്പെടുത്തുമ്പോൾ സാമ്പത്തികമായി ആരെങ്കിലും സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തേക്കാൾ കൂടുതലായി സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്നൊരു വിഭാഗമുണ്ട്. പൈസ ഉണ്ടെങ്കിൽ പോലും സാമൂഹികമായ അവഗണന അനുഭവിക്കുന്ന വിഭാഗങ്ങളുണ്ട്. പൂർണ്ണമായിട്ടും അവഗണന അനുഭവിക്കുന്ന വിഭാഗമാണ് SC/ST. അവരെ യാതൊരു നിയന്ത്രണങ്ങളും പെടുത്തിയിട്ടില്ല. ക്രീമി ലെയർ എന്ന് വന്നപ്പോഴേക്കും സാമ്പത്തികമായിട്ട് ഭയങ്കരമായ വ്യത്യാസമുള്ള ആൾക്കാരുണ്ട്. ക്രീമി ലെയർ പഠിത്തമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ക്രീമി ലെയറിലുള്ളവർക്ക്, ആ ലെവലിലേക്ക് വളർന്നവർക്ക് OBC സംവരണം പാടില്ല. അത്രയും സാമ്പത്തിക സ്ഥിതി ഉണ്ടായിക്കഴിഞ്ഞാൽ OBC സംവരണം പാടില്ല എന്ന് ഒരു തീരുമാനമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഉള്ളത്. ആ സമയത്താണ് 2 കുട്ടികൾ എൻട്രൻസ് പരീക്ഷകളിൽ, പ്രൊഫഷണൽ എൻട്രൻസ് പരീക്ഷകളിൽ തങ്ങൾക്ക് അഡ്മിഷൻ നിഷേധിച്ചിരിക്കുന്നു. കാരണം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ക്രീമി ലെയറിൽ പെട്ടവരാണ് നിങ്ങൾ. അവരുടെ രക്ഷകർത്താക്കൾക്ക് അവരുടെ വരുമാനം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനൊക്കെ അപ്പുറം 2 കോടിയും 3 കോടിയും അല്ല 50 ലക്ഷമൊക്കെയാണ്. ഇവർ അർഹരാണോ ഇല്ലയോ എന്ന് ചോദിച്ചപ്പോൾ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു, നിങ്ങളുടെ രക്ഷകർത്താക്കളുടെ പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ കൂടി നിങ്ങളുടെ രക്ഷകർത്താക്കളുടെ വരുമാനം കൂടെ പരിശോധിച്ച ശേഷം മാത്രമേ നിങ്ങൾ ക്രീമി ലെയർ ആണോ എന്ന് തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ. ആ അർത്ഥത്തിൽ ഈ വരുമാനം, രക്ഷകർത്താക്കൾക്ക് ഈ വരുമാനം ഉണ്ടെങ്കിൽ യു ആർ നോട്ട് എലിജിബിൾ ടു അക്സെപ്റ്റ് ഫോർ എക്സംഷൻ ഫ്രം ക്രീമി ലെയർ, നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ അടുത്ത തർക്കം വരുന്നത്, ഈ സംവരണത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒത്തിരി ഇതുണ്ട്, സമരങ്ങളുണ്ട്, ബഹളങ്ങളുണ്ട്. നമുക്ക് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് അറിയാം, എല്ലാം അറിയാം. അതിനൊക്കെ ഓരോത്തിനും ഓരോ കാരണങ്ങളുണ്ട്. ഇതിലൊരു വലിയ പ്രശ്നം ഈ സോഷ്യൽ ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ SC/ST എന്ന് പറഞ്ഞാൽ അവർ ഡിസേർവിങ് ആണ്. പക്ഷേ SC/ST പോലും എക്സെപ്ഷണലി, ഇപ്പോൾ നമ്മൾ ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ്റെ മക്കൾ സംവരണം കൊടുക്കണോ വേണ്ടയോ? റിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടെ ഇഷ്ടംപോലെ സ്വത്തുമായി അവർക്ക് കൊടുക്കണോ വേണ്ടയോ? വേണ്ട. എന്തിനാ കൊടുക്കണ്ട. പക്ഷേ അത് കൊടുക്കണമെന്ന് SC/STക്കാരെ പൂർണ്ണമായിട്ടും ഇതിൻ്റെ അകത്ത് ഒഴിവാക്കിയിരിക്കുക, ഈ പഠനങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുക. കാരണം അവർ സാമുദായികമായല്ല സാമൂഹികമായും കൂടെ പിന്നോക്കം നിൽക്കുക. അവർ OBC നേരെ മറിച്ചാണ്. OBC ഇന്ന് പല സ്ഥലത്തും എഞ്ചിനീയർമാരായിട്ടും ഡോക്ടർമാരായിട്ടും ഉയർന്ന പൊസിഷനിൽ ജോലി ചെയ്യുന്ന ഒത്തിരി ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഈ സാമൂഹികപരമായിട്ട് പിന്നാക്കം നിൽക്കുന്നു എന്ന് പറഞ്ഞല്ലോ. സാമൂഹികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന നിരവധി വിഭാഗങ്ങളുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും സംവരണം കൊടുക്കണം. പക്ഷേ അതിൽ നിന്നൊക്കെ ഉയർന്നു വന്ന ആളുകൾ ഇപ്പോഴും സംവരണം നേടുന്നുണ്ടെങ്കിൽ, സാമൂഹികപരമായിട്ടുള്ള പിന്നാക്കാവസ്ഥ നേരിടുന്നില്ല, സാമ്പത്തികമായിട്ട് വലിയ രീതിയിലുള്ള ഉയർച്ചയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്, ഇങ്ങനെയുള്ള SC/ST വിഭാഗത്തിന് ഇപ്പോഴും സംവരണം വേണോ?
ഇല്ല, താങ്കൾ പറഞ്ഞൊരു വാലിഡ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സംവരണം എന്ന് പറയുന്ന വൺ ടൈം ഇതായിരിക്കണം എന്ന് പറയുന്നുണ്ട്. വേണമെങ്കിൽ ഇപ്പോൾ ഒരാൾക്കൊരു നിങ്ങളുടെ വീട്ടിൽ ഒരാൾക്ക് നല്ല ജോലി കിട്ടി, വലിയ ജോലി കിട്ടി, അല്ലെങ്കിൽ സാമ്പത്തികമായി സൗകര്യമുള്ള ജോലി കിട്ടി, അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആ ക്രീമി ലെയർ പോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്നും സംവരണത്തിൻ്റെ ആനുകൂല്യം അനുഭവിച്ച് ആരെങ്കിലും വലിയ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ അച്ഛനോ അമ്മയോ അല്ലോ ചേട്ടനോ അല്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് അത് നിഷേധിക്കപ്പെടാം നാളെ. അങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏതാണ് മാനദണ്ഡം? സാമൂഹികമായി അവഗണന എന്നുള്ള മാനദണ്ഡം SC/ST-കാരെ പറ്റി പറഞ്ഞാൽ ഒരു 90% ശരിയാണ്. നമ്മുടെ ഇവിടുത്തെ സംസ്ഥാനത്തെ വെച്ച് കമ്പയർ ചെയ്ത് ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുമ്പോൾ ഏറ്റവും പിന്നോക്കം നിൽക്കുകയാണ്. എഴുത്തും വായന അറിയത്തില്ലാത്ത ഇഷ്ടം പോലെ കോടാനുകൂടി ആൾക്കാരുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ അവരെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ആണ് ഇത്തരം ഇച്ചിരി ന്യായമായിട്ട് അവർക്കാണ് കിട്ടേണ്ടിയിരുന്നത്. പക്ഷേ അവരെക്കാൾ കൂടുതൽ കേരളത്തിൽ, ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം, അതിനകത്തൊരു വലിയ അനോമലി എന്ന് പറയുന്നത് OBC-യുടെ കാര്യം പറയുന്ന പോലെ തന്നെ ഇപ്പോൾ ക്രിസ്ത്യൻസ് അല്ലെ മുസ്ലിംസ് സംവരണം കുറച്ച് ന്യൂനപക്ഷ സംവരണം ഉണ്ട് അവർക്ക്. ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ എൻട്രൻസ് ടെസ്റ്റ് എഴുതുന്നു, അതിൽ 100 പേർക്ക് മെറിറ്റിൽ തന്നെ കിട്ടുകയാണ്, ജനറൽ മെറിറ്റിൽ തന്നെ അങ്ങോട്ട് അഡ്മിഷൻ കിട്ടുകയാണ്. അപ്പോൾ അവിടെ സംവരണത്തിനൊന്നും പ്രശ്നം വരുന്നില്ല. ഒരു 25 പേരുടെ സംവരണത്തിൻ്റെ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ 200 പേരുള്ളൊരു സീറ്റുള്ള സ്ഥലത്ത് ഒരു കോളേജിൽ 125 പേര് ആരാകും? ഒരേ മുസ്ലിം കമ്മ്യൂണിറ്റിന് തന്നെ വരും. അത് ഭയങ്കര സൃഷ്ടിക്കാൻ പോകുന്ന ഭയങ്കരമാണ്, സംഭവിച്ചിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് നമുക്ക് അത്രയും അതിപ്പോൾ തൽക്കാലം വിടാം. അതുകൂടെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് ഒരു പ്രശ്നമാണ്. ആർക്ക് സംവരണം കൊടുക്കണം എന്നുള്ള ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യനാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. ആരാണ്, ഹൂ ഈസ് ഡിസേർവിങ്? എല്ലാവരും അപ്ലൈ ചെയ്യും, ഡിസേർവിംഗ് ആണെന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യും. കോടതി പോകാൻ സൗകര്യം. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കണം, ഇതുപോലെ കോടതി പോകാൻ പറ്റാത്ത എത്ര പേരുണ്ട്? ഇവർക്ക് എങ്ങനെയാണ് കോടതി പോകാൻ പറ്റിയത്? എന്തുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് 2 പേർക്കും കോടതി പോകാൻ പറ്റിയത്? ടെസ്റ്റിന് മുമ്പ് തന്നെ കോടതി പോകാൻ പറ്റി. ഇനി അവർ അപ്പീലിന് പോകും, വേണമെങ്കിൽ അപ്പീലിന് പറ്റി. എനിക്ക് തോന്നുന്നത് അവരെന്തിനാണ് അങ്ങനെ പോയത് എന്നുള്ളതാണ് അത് പ്രധാനപ്പെട്ട ചോദ്യം. ഇതിൽ ഒരാളുടെ ഫാദർ പുറത്ത് എവിടെയോ വലിയ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്, കാറ് വലിയ വലിയ ആഡംബര കാറുകളാണ് ഇവർക്കുള്ളത്. മറ്റേ ആളും അതേ രീതിയിൽ NRI ആണ്. ഈ മാതാപിതാക്കളാണ് യഥാർത്ഥത്തിൽ ഇവരോട് നിർദ്ദേശിക്കേണ്ടത്, നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ എന്തിനിവർ പോയി? രാജ്യത്ത് ഓൾറെഡി ഒരു നിയമമുണ്ട്, അതായത് OBC-ക്ക് ക്രീമി ലെയറിൽ ഉൾപ്പെടാത്തവർക്കാണെങ്കിൽ സംവരണം നൽകും. ക്രീമി ലെയർ അതായത് നോൺ ക്രീമി ലെയറിൽ ഉൾപ്പെട്ടുള്ളവർക്ക് സംവരണം നൽകും, അതല്ലാത്തവർക്ക് ഇല്ല എന്നുള്ളത് ഇവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. സാമ്പത്തിക സ്രോതസ്സ് വെച്ചിട്ട് അന്വേഷിക്കുമ്പോൾ അറിയാം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും. എന്നിട്ടും ഇത് പോകുന്നുണ്ടെങ്കിൽ അർഹരായിട്ടുള്ളവരെ വഞ്ചിക്കലല്ലേ? അല്ല, ഈ ആനുകൂല്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്ന വിവേചനങ്ങൾ വരും. ഇപ്പോൾ എനിക്ക് എൻ്റെ മകൾക്ക് കിട്ടുന്നില്ല, ഒരു സത്യമുണ്ട് എന്നിരിക്കട്ടെ. എൻ്റെ മകൾക്ക് കിട്ടാതിരിക്കുകയും എൻ്റെ തൊട്ട അയൽവക്കത്തെ ഒരു PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായ ഒരു OBC-ക്കാരൻ്റെ മകൾക്ക് കിട്ടുകയും ചെയ്താലോ? ഈ പിള്ളേരുടെ മനസ്സിൽ സ്പർദ്ധയുണ്ടാകും, ഞങ്ങൾ തമ്മിലും കാലുഷ്യം ഉണ്ടാകും. നമുക്കൂടെ ഡിസേർവിങ് ആയിരുന്നു, മറിച്ചായിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയതിനെ എൻ്റെ മകൾക്ക് കിട്ടുമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കും. ഉദാഹരണം ഞാൻ പറഞ്ഞു. ഇനി രണ്ടാമത്, ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഇപ്പോൾ സോഷ്യൽ ടെൻഷൻ കൂടി വരികയാണ്. ട്രംപ് അവിടെ ഈ പുറത്തുനിന്ന് എന്നവരെ മുഴുവൻ ഒഴിവാക്കാൻ നോക്കുക. കാരണം എന്താ? അവിടെ കള്ളത്തരം കാണിക്കുക ചെല്ലുന്നവൻ. ഇപ്പോൾ ഇന്ത്യക്കാരനാണെങ്കിലും പാകിസ്ഥാൻകാരൻ അവർ ചെയ്യുന്നത്, ഒരു ഗർഭിണിയായി കഴിഞ്ഞാൽ, ഒരു സ്ത്രീ ആയി കഴിഞ്ഞാൽ ഇവർ എങ്ങനെയെങ്കിലും വിസ മേടിച്ച് അവിടെ ചെല്ലും. പ്രസവത്തിനൊരു 1 മാസം മുമ്പ് അല്ലെങ്കിൽ 2 മാസം മുമ്പെങ്കിലും അമേരിക്ക ചെല്ലും. അവിടുത്തെ പ്രത്യേകത അനുസരിച്ച്, ഇതുപോലത്തെ പ്രൊട്ടക്ഷൻ അനുസരിച്ച്, അഭയാർത്ഥികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നിയമം അനുസരിച്ച് അമേരിക്കയിൽ ചെന്ന് പ്രസവിച്ച് കഴിഞ്ഞാൽ ആ കൊച്ച് അമേരിക്കൻ സിറ്റിസൺ ആവുക. അതുപോലുള്ള കള്ളത്തരങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. വരുമാനം മറച്ചു വയ്ക്കും. വിദേശത്തെ ജോലിയെങ്കിൽ അറിയുമോ? ഇപ്പോൾ ട്രംപിൻ്റെ മകളാണ് ഇവിടെ പഠിക്കുന്നത്, അവൾ പറഞ്ഞാൽ മാത്രമല്ലേ ട്രംപിൻ്റെ മകളാണെന്ന് അറിയുമോ, അല്ലെ ട്രംപിനെ നമ്മൾ അറിയുള്ളൂ. അപ്പോൾ അങ്ങനെ പൈസയുള്ളവരുടെ ഇവിടെ മറ്റു രീതിയിൽ വരുമാനമുള്ള, അതുപോലെ ബിസിനസ്സുകാർ ഇഷ്ടംപോലെ കോടാനുകൂടി വരുമാനമുള്ളവർ, അവരുടെ കറക്റ്റ് പിടിച്ചെങ്കിൽ മാത്രമേ അവരുടെ ക്രീമി ലെയറിൽ വരുള്ളൂ. ക്രീമി ലെയറിൽ ആൾക്കാരെ ഉൾപ്പെടുത്താത്ത എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പോൾ എടുത്തവൻ തന്നെ പോകാൻ സാലറിയുടെ ക്ലാസ്സിനെ മാത്രമേ അങ്ങനെ പെടുത്താൻ പറ്റുള്ളൂ. പക്ഷേ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് യാതൊരു കാരണവശാലും എല്ലാ വരുമാനവും പരിഗണിക്കണം എന്ന് ഈക്വലായിട്ട് യാതൊരു തർക്കത്തിന് വഴിവെക്കാതെ തന്നെ ആര് പറഞ്ഞിരിക്കുന്നു? ബെച്ചി കുര്യൻ തോമസ് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇത് പക്ഷേ കുറേയധികം മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് കേരളത്തിലെ? അല്ല, പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു തീരുമാനമാണത്. അല്ല, ഇവിടെ ന്യൂനപക്ഷ സംവരണം, ഈ സംവരണം എന്ന് പറയുന്നത് എന്തിനു വേണ്ടി എന്നുള്ളത് ആ ഒരു പർപ്പസ് ഇവിടെ സെർവ് ചെയ്യുന്നില്ല. കിട്ടിയവന് പിന്നെയും കിട്ടുക, കിട്ടിയവന് പിന്നെയും സംവരണം കിട്ടിക്കൊണ്ടിരിക്കുകയെന്നേ. ആ ബെനിഫിറ്റ് കിട്ടും. അത് അവർക്ക് അങ്ങനെ കൊടുക്കുമ്പോൾ വേറെ കുറേ പേർക്ക് നിഷേധിക്കപ്പെടുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ തന്നെ അർഹരായിട്ടുള്ളവർക്ക് നിഷേധിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് തീർച്ചയായിട്ടും നിയന്ത്രണങ്ങൾ നല്ലതാണ്. ക്രീമി ലെയർ അല്ല എന്താണെങ്കിൽ പോലും ആ ക്രീമി ലെയറിൽ നിന്ന് എക്സംഷൻ കൊടുക്കാൻ 100 കൊടുക്കാതിരിക്കാൻ നോക്കുക. ക്രീമി ലെയറിലേക്ക് കൂടുതൽ ആൾക്കാരെ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. പാവപ്പെട്ടവർക്ക് മാത്രമായിട്ട്
ക്രീമി ലെയറിലുള്ള സമുദായത്തിലെ പാവപ്പെട്ടവർക്ക് മാത്രമായിട്ട് ഈ ഒരു വിഷയം മറ്റൊരു തരത്തിലേക്ക് ചർച്ചയെ കൊണ്ടുപോകുന്നുണ്ട്. അതായത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം യഥാർത്ഥത്തിൽ സംവരണം നൽകേണ്ടത് എന്ന് പറയുന്ന ഒരു ചർച്ച. രണ്ടും കൂടെ നോക്കും. എക്കണോമിക് ബാക്ക്വേർഡ്നെസ് നോക്കും, സോഷ്യൽ ബാക്ക്വേർഡ്നെസ് നോക്കും. ഇത് രണ്ടും നോക്കി വിലയിരുത്തുമ്പോഴാണ് പിന്നെ രണ്ടാമത് വരുന്ന കാര്യം, ഇവിടെ എല്ലാം ആഫ്റ്റർ ഓൾ ഇന്ത്യ മാത്രമല്ല എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും പൊളിറ്റിക്കൽ കൺസിഡറേഷൻ വരും. പൊളിറ്റിക്കൽ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ വോട്ട്, മനസ്സിലായോ? കൂടുതൽ സമുദായത്തെ OBC പെടുത്താനായിട്ടാണ് വാശി. നരസിംഹറാവു OBC എന്ന് എപ്പോഴും പറയുമല്ലോ. എല്ലാവരും OBCയിലാകാനാണ്, എന്തിനാ? സംവരണം കിട്ടാനായിട്ടാണ്. അർഹതയില്ലാത്തവർ പോലും പോകും. പക്ഷേ സമുദായത്തിൽ നിന്നോട്ടെ. പക്ഷേ സമുദായത്തിലെ ക്രീമി ലെയർ എന്ന് പറഞ്ഞാൽ ആ കൺസെപ്റ്റ് ശാസ്ത്രീയമായിട്ട് ഡിഫൈൻ ചെയ്ത് സ്ട്രിക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുമെങ്കിൽ മാത്രമേ മാർഗുള്ളൂ. അതല്ല സാർ, ഇതിലൂടെ ഇപ്പം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SC STയിലേക്കും ഇത് കൊണ്ടുവരണം എന്നാണോ? SC STയിലെ എക്സെപ്ഷണലി ബിഗ്. ഇപ്പോൾ ക്രീമി ലെയർ OBC കമ്പയർ ചെയ്യുന്ന ഒരാൾക്ക് 10 ലക്ഷം രൂപ, SC ST 10 ലക്ഷം വരുവാനുള്ള 1 കോടി വരുവാനുള്ളവരെങ്കിലും മുകളിലേക്കുള്ളവരെങ്കിലും ഒഴിവാക്കാം. ഇഷ്ടംപോലെ ഉണ്ട്. SC ST വിഭാഗക്കാർ സാമൂഹികപരമായിട്ട് നേരിടുന്ന പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, എന്താണ് അനീതികളുണ്ട്. അതിനൊന്നും പരിഗണിക്കാതെയല്ല നമ്മൾ ഈ കാര്യം പറയുന്നത്. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളെയും മറികടന്നുകൊണ്ട് മുന്നേറി വന്നിട്ടുള്ള, സാമ്പത്തികപരമായിട്ടും സാമൂഹികപരമായിട്ടും മുന്നേറി വന്നിട്ടുള്ള വിഭാഗക്കാർ എന്തിനാണ് സംവരണാനുകൂല്യം നേടുന്നത്? അല്ല, അവർ ചോദിക്കുന്നത്. അതിന് അവകാശം, അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അവകാശം. ഇപ്പോൾ 600 വർഷം ഇന്ത്യ ഭരിച്ച മുസ്ലിം മുഗൾ രാജാക്കന്മാർ ഇന്ത്യ ഭരിച്ച അവർ ന്യൂനപക്ഷം എന്നാണ് പറയുന്നത്. 600 വർഷം രാജ്യം ഭരിച്ചവരാ, ഇവിടുത്തെ യജമാനന്മാരായിരുന്നവരാ ഇന്ത്യയുടെ ഭൂരിഭാഗം ഭാഗവും. അവർക്ക് എങ്ങനെയാണ് ന്യൂനപക്ഷ സംവരണം കിട്ടണേ? അത് വേറെ ചർച്ചയാണ്. എന്നാലും ഞാൻ സംവരണത്തിൻ്റെ ഒരവകാശം നമുക്ക് കിട്ടിപ്പോയി കഴിഞ്ഞാൽ അത് ഒഴിവാക്കാൻ വലിയ പ്രശ്നം. ഒരു അവകാശമായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ കിട്ടിപ്പോയാൽ അത് തൊടാൻ ഒരു ഭരണാധികാരിയും തയ്യാറാകില്ല. നമ്മളിൽ നിന്ന് പിടിച്ച് പറിക്കുന്ന പോലെ തോന്നും. ഇപ്പോൾ ഈ പെണ്ണുങ്ങൾക്ക് ഫ്രീഡം കൊടുത്തു, ഇവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു, ഇനി അത് പിൻവലിക്കാൻ പറ്റുമോ? സതീശനോ പിണറായി ആരും വിചാരിച്ചാൽ അത് നിർത്താൻ പറ്റില്ല. ഇനി അത് അവരുടെ ക്രമത്തിൽ അവരുടെ അവകാശമാവും. അതാണ് പ്രശ്നം. അതാണ് ക്രീമി ലെയറിൻ്റെ കാര്യത്തിൽ എനിക്കുള്ള അഭിപ്രായം ഇതാണ്. ഡിസേർവിങ് ആയിട്ടുള്ള ഇഷ്ടംപോലെ സംവരണം അർഹിക്കുന്ന ആൾക്കാർ ഒത്തിരിയുണ്ട്. മറിച്ച് അതുപോലും അങ്ങനെ ഒരു സംവരണം ഞങ്ങൾക്ക് അർഹിക്കുന്നു എന്ന് പോലും അറിയാത്തവരുമുണ്ട്. ഞങ്ങൾക്ക് ഈ സംവരണത്തിന് അർഹരാണെന്ന് അറിയാത്തവർ തന്നെയാണ്. അപ്പോഴാണ് ഏറ്റവും കൂടുതൽ അനർഹരായിട്ടുള്ള ആളുകൾ ഈ സംവരണം വേണമെന്ന് പറഞ്ഞിട്ട് അവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനീതിയാണ്, ചൂഷണം തന്നെയാണ്. സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്നവർ അവർ തന്നെ ചൂഷണം ചെയ്യുന്നത്, അവർ തന്നെ അതിൻ്റെ കാരണക്കാരാവുക. കാരണം അവർ ഇവിടെ ഇല്ലെങ്കിൽ, ക്രീമി ലെയറിലെ ഉയർന്നവർ ഇവിടെ ഇല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള കുറേ പേർ കൂടെ കിട്ടും. അതാണ് നോക്കട്ടെ, വരുമാനത്തിൽ താഴെ നിൽക്കുന്നവർക്ക് കിട്ടും.